നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൊഴിലാളികൾക്ക് പ്രഭാവതി അമ്മ കൊടുക്കാൻ നേറ്റ സ്വത്തുക്കൾ ഇപ്പോ അവരുടെ പേരിൽ എഴുതി കൊടുക്കണമെന്നും പറഞ്ഞ് അവര് പ്രശ്നം ഉണ്ടാക്കുക. അത് അമ്മയ്ക്കിപ്പോ വലിയ അപമാനമായിട്ട് മാറിയിരിക്കുക. എന്തിനാ അങ്ങനൊരു നാണക്കേട്? എന്തിനാ അമ്മ അങ്ങനൊരു നാണക്കേട് അനുഭവിക്കുന്നത്? അതുകൊണ്ട് ഞാൻ കരുതി എല്ലാ സ്വത്തുക്കളും അമ്മയ്ക്ക് തന്നെ കൊടുക്കാന്ന്. അമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഏതായാലും അമ്മയുടെ പേർക്ക് രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് നടത്തണം. ഒരുവിധം നാടകം കളിച്ച് വിശാലിനെ കൊണ്ട് സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെപ്പിക്കുന്ന നിലയിൽ എത്തിച്ചു. പക്ഷെ പാർവതി അവൾ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല, തീർച്ചയായും അവൾ ഇതിന് സമ്മതിക്കില്ല. അവളെ കൊണ്ട് ഇതിന് സമ്മതിപ്പിക്കാൻ എന്താ ഒരു മാർഗം? വിശാലിന്റെ ആവശ്യമായി ഇത് പാർവതിയെ അറിയിക്കണം. അങ്ങനെ അവനെ കൊണ്ട് അവളെ സമ്മതിപ്പിച്ചെടുക്കണം. അമ്മേ, അമ്മേ, രജിസ്ട്രേഷന്റെ കാര്യം ഞാൻ നമ്മുടെ വക്കീലിനോട് സംസാരിച്ചു. എന്നിട്ട് 2 ദിവസം രജിസ്ട്രാർ ഓഫീസ് അവധിയാ. അത് കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ചെയ്യാന്നാ വക്കീല് പറഞ്ഞത്. അല്ല മോനെ, ഇപ്പോഴും ഞാൻ പറയുക, ഞാൻ എന്റെ വിഷമം പറഞ്ഞേ ഉള്ളൂ. അതിന്റെ പേരില് തിടുക്കപ്പെട്ട് സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെക്കണമെന്നൊന്നും ഇല്ല. ഇത് നീ വച്ച് താമസിപ്പിക്കണ്ട. സ്വത്തുക്കളെല്ലാം ഉടനെ തന്നെ അമ്മയുടെ പേരിലേക്ക് മാറ്റണം. അത് അമ്മയുടെ പേരിലിരിക്കുന്ന തന്നെയാണ് നല്ലത്. മോനെ, എന്നാലും അമ്മ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എടാ മോനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വക്കീലിനോട് സംസാരിച്ചത് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നിന്റെ അച്ഛന്റെ സമ്മതം വാങ്ങണ്ടേ? അതൊക്കെ ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞില്ലേ. ശരി, ഗോപിയേട്ടന് എതിർപ്പുണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷെ പാർവതിയോട് സംസാരിക്കണ്ടേ? എടാ, തീർച്ചയായിട്ടും പാർവതിയോട് നീ ഇതിനെ കുറിച്ച് സംസാരിക്കണം. പാർവതി ഇതിന് സമ്മതിക്കും അമ്മേ. അവളെന്തിനാ ഇതിനെ എതിർക്കുന്നത്? വിശാൽ, അങ്ങനെ ഒരു മുൻവിധിയോടെ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് നമുക്ക് പോണ്ട. പാർവതി സമ്മതിക്കുമെന്ന് വിചാരിച്ച് നമ്മളെല്ലാം പ്രൊസീഡ് ചെയ്തിട്ട് ഒടുവിൽ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് അവൾക്ക് ഈ സ്വത്ത് കൈമാറ്റത്തിന് സമ്മതമില്ല എന്ന് പറഞ്ഞ അവിടെ വെച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അവളങ്ങനെ എതിർപ്പുണ്ടാവില്ലായിരിക്കാം. എങ്കിലും അവൾക്കിതിന് പൂർണ്ണ സമ്മതം ഉണ്ടോ എന്ന് 1 അല്ല 10 തവണയെങ്കിലും ചോദിച്ച് സമ്മതം വാങ്ങണം. അമ്മേ, ഞാനിത് അവളോട് സംസാരിച്ചതാ. സംസാരിച്ചോ? അത് ശരി. എന്നിട്ട്? അവള് മറുപടിയൊന്നും പറഞ്ഞില്ല, മിണ്ടാതെ നിന്നതേ ഉള്ളൂ. അവളുടെ ആ മൗനം നമുക്ക് സമ്മതമായി കരുതാം. ഒരുപക്ഷെ ആ മൗനം അവളുടെ എതിർപ്പാണെങ്കിലോ? അങ്ങനെ അവൾ എതിർക്കോ? എന്തായാലും മോൻ അവളോട് ഒന്നുകൂടി ചോദിച്ച് ഉറപ്പിക്കുന്നതായിരിക്കും നല്ലത്. പാർവതി അവളുടെ നാവ് കൊണ്ട് ഇതിന് സമ്മതമാണെന്ന് പറഞ്ഞ അമ്മയുടെ ഈ ടെൻഷൻ മാറുമല്ലോ. പാർവതിയെ കൊണ്ട് തന്നെ അമ്മയുടെ പേരിലേക്ക് ഈ സ്വത്തുക്കളൊക്കെ എഴുതരാൻ സമ്മതമാണെന്ന് ഞാൻ പറയിപ്പിക്കാം. അതുപോലെ അച്ഛൻ പാർവതി കണ്ടോ? പാർവതിയോ? ഇല്ലല്ലോ. എന്താ, അവളോട് ഇല്ലേ?
ഇല്ല. ശ്ശേ. അവളിത് എങ്ങോട്ട് പോയി? ഒരു അത്യാവശ്യ സമയത്ത് അവളിത് എങ്ങോട്ട് പോയി? ആ, അത്യാവശ്യ സമയോ? ആ, അല്ല, എന്ത് അത്യാവശ്യം? അച്ഛാ, ആ, പാർവതിയുടെ പേരിലുള്ള നമ്മുടെ കുടുംബ സ്വത്തുക്കൾ ഞാൻ പ്രഭാവതി അമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കാന്ന് തീരുമാനിച്ചു. അത് ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. അന്നേരം അമ്മ പറയുക, പാർവതിയുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിലേ ഈ സ്വത്തുക്കൾ അമ്മ സ്വീകരിക്കുമെന്ന്. പാർവതിക്ക് എന്തായാലും ഇതിൽ വിസമ്മതം കാണില്ല, അതെന്തായാലും ഉറപ്പാ. അവളുടെ ആ സമ്മതം അമ്മയോടൊന്ന് നേരിട്ട് പറയണം. അതിനുവേണ്ടിയാ ഞാൻ പാർവതി അന്വേഷിക്കുന്നത്. എടാ, നീ എന്താടാ ഈ പറയുന്നേ? ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു സ്വത്ത് കൈമാറ്റം? ഈ സ്വത്തുവകകളൊക്കെ സ്വന്തം പേരിൽ വേണമെന്നും പറഞ്ഞ് പ്രഭാവതി നിന്നെ നിർബന്ധിച്ചോ? പ്രഭാവതി ആവശ്യപ്പെട്ടത് കൊണ്ടാണോ നീ ഈ സ്വത്തുക്കളെല്ലാം പ്രഭാവതിക്ക് എഴുതി കൊടുക്കാൻ പോകുന്നേ? ഏയ്, അമ്മ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്വത്തുക്കൾ അമ്മയ്ക്ക് കൊടുത്ത അമ്മയുടെ ഒരു വലിയ വിഷമം മാറിക്കിട്ടും, നാണക്കേട് ഒഴിവായി കിട്ടും. അതിലൂടെ ധാരാളം നന്മകളുണ്ടാവും. നന്മയ്ക്കോ? എന്ത് നന്മ? എടാ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രഭാവതിക്ക് എന്ത് വിഷമം, എന്ത് നാണക്കേട്? അച്ഛാ, നമ്മുടെ തൊഴിലാളികൾക്ക് കുറച്ച് വസ്തുക്കൾ അമ്മ ദാനമായി കൊടുത്തിരുന്നു. ആ വസ്തുക്കൾ ഇപ്പൊ എഴുതി കിട്ടണമെന്ന് പറഞ്ഞ് അവരമ്മയോട് ബഹളം കൂട്ടുക. പക്ഷേ ഈ സ്വത്തുക്കളൊന്നും അമ്മയുടേതല്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് അവർക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല. ഇതിന് പകരം വേറെ വസ്തുക്കൾ തൊഴിലാളികൾക്ക് എഴുതി കൊടുക്കാന്ന് വെച്ചാൽ അമ്മയ്ക്ക് വേറെ സ്വത്തുക്കളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മയുടെ നാണക്കേടും വിഷമം ഒഴിവാക്കാൻ വേണ്ടി പാർവതിയുടെ പേരുള്ള വസ്തുക്കൾ അമ്മയ്ക്ക് കൊടുക്കാന്ന് ഞാൻ കരുതി. എടാ, തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? അതിനെന്താ കുഴപ്പം? നല്ല കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കാതെ നടത്തണമെന്നല്ലേ പ്രമാണം? അതെ, പാർവതിക്ക് ഇതിൽ വിസമ്മതം കാണില്ലെന്ന് നീ സ്വയം അങ്ങ് തീരുമാനിച്ചതാണോ? അല്ല. പിന്നെ? ഞാൻ ഇക്കാര്യം അവളോട് സംസാരിച്ചിരുന്നു. അപ്പൊ അവള് വേറെ എതിർപ്പൊന്നും പറഞ്ഞില്ല. സമ്മതമാണെന്ന് പാർവതി പറഞ്ഞോ? ഒന്നും മിണ്ടിയില്ല, മൗനമായി കേട്ടു നിന്നു. അപ്പോ എന്താ അതിനർത്ഥം? മൗനം സമ്മതമാണെന്നല്ലേ? മൗനം സമ്മതമാണെന്ന് എങ്ങനെ കരുതാൻ പറ്റും? സമ്മതമാണോ ഇല്ലയോ എന്ന് പാർവതി തുറന്നു പറയട്ടെ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും പാർവതി തടസ്സം നിൽക്കില്ല അച്ഛാ. ഞാനേ അവൾ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. ഏതായാലും വിശാലിനെ നീക്കത്തെ തടയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.